ഹായ് വില്ലേജ് ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുസ്തഫ. ഇപ്പോൾ നിൽക്കണതേ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാട് കുന്ന് എന്ന് പറഞ്ഞ ഫയർ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെ സ്പൈക്ക് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവർക്കൊരു ട്രെയിനിങ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഇവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും വന്നതാണ്. അങ്ങനെ നേരെ നമുക്കപ്പോൾ ആ പരിപാടികൾക്ക് പോകല്ലേ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേര് മുസ്തഫ. നിങ്ങളുടെ സേവനം ശരിക്കും ഞങ്ങൾക്കും കൂടെ ആവശ്യം. ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തടിപ്പണിയാണ്. ഞാൻ മരം മുറിക്കാൻ തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫീൽഡിൽ ഒരുപാട് ആളുകൾ സാധാരണ രീതിയിൽ തന്നെ കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഒരുപാട് അപകടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇതായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കണത്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതുമാതിരത്തെ കേസുകൾ വന്നിട്ട് അറിവുണ്ടാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിലൊരു വീഡിയോ വന്നത് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഫയർഫോഴ്സിലെ മാവേലിക്കര ഒരു വർഗീസ് സാറ്, പുള്ളിയൊക്കെ കുറേ ആയിട്ട് ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ്. പുള്ളിയൊക്കെ അത് യൂസ് ചെയ്തിട്ട് അന്നൊരു റെസ്ക്യൂവിൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഉപയോഗിക്കുന്നതിൻ്റെ രീതി കാണിച്ചു തരാം. അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. പക്ഷേ സാധാരണ ആളുകൾ, ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിച്ച് കയറുന്നവരുണ്ടെങ്കിലും കൂടെ എന്താ പറയുക, ഒരു സേഫ്റ്റി ഇല്ലാതെ കയറുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സാധാരണ മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാലും ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി വലയിൽക്കാക്കലും അതിന് ഒരുപാട് കഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ പരമാവധി സേഫ്റ്റിയിലായി കഴിഞ്ഞാൽ അത് ഒഴിവാവും. ഞങ്ങാനും ഇതൊക്കെ ഉപയോഗിച്ച ഒരാൾ മുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയി ഇറക്കാനും നിങ്ങളെ സംബന്ധിച്ച് അതും വളരെ ഒരു സൗകര്യമായിട്ട് നിൽക്കുന്നതാണ്. ആ ഒരു സംഭവം ഒന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ സ്പൈക്ക്. സാധാരണ രീതിയിൽ തളപ്പിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ കയറിൽ തൂങ്ങിയൊക്കെ കയറുന്ന സംഭവമാണ്. ഇതിപ്പോൾ കാലിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് അധികം ലോഡ് വരില്ല. ഇത് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ഫ്രീ ആയിട്ട് തന്നെ കയറിപ്പോൾ നമ്മുടെ ശരീരത്തിന് അധികം ലോഡ് വരില്ല. ഇത് തന്നെ ഉപയോഗിക്കാനാവില്ല. അത് ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് വേണ്ടത് സേഫ്റ്റി ഷൂവും അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഹാർനസ്സുകൾ അതെല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെയും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതി നമുക്ക് കണ്ടാലോ. ഇതിപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റും ഉണ്ട് ഇതിന്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡ് വരുന്നതിനെ നമുക്കിതിനെ സെറ്റ് ചെയ്ത് ഇതാണ് സെറ്റ് ചെയ്യുന്ന രീതി. ഈ രണ്ട് മുള്ള് കാലിൻ്റെ ഉള്ളിൽ വരുന്ന രീതി. ഈ മുള്ളിനെ ചവിട്ടിയിട്ടാണ് നമുക്ക് കയറിപ്പോകുന്നത്. മരത്തിലും തെങ്ങിലും എന്തിലും വേണമെങ്കിലും നമുക്ക് കയറാം. ഇനിയിപ്പോൾ ചെറിയ കൊമ്പുകളുള്ളതിൽക്കായാലും നമുക്ക് ഇതിനിട്ട് പോകാൻ പറ്റും. സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയും. ഇത് കാണുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇതായിട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇതിൽ സ്ലിപ്പായി പോകുമെന്നുള്ളത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയും. പിന്നെ വരുന്നത് ഇത് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉള്ളതല്ലേ സിറ്റ് ഹാർനസ്. വേറൊരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ മുകളിൽ കുടുങ്ങിയ ആളുകളെ നിങ്ങൾ ഇറക്കുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മുകളിൽ. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ കാലിൻ്റെ ഇത് ലോക്ക് പിടിച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് തന്നെ പൂട്ടാൻ പറ്റും. ഇതിപ്പോൾ ഇത് അഴിച്ചു വിട്ടാൽ ഈ രീതിയിൽ നമുക്കതിനെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരാൾക്ക് ധരിപ്പിക്കേണ്ടതാണെങ്കിൽ ശരിക്കും ഈ രീതിയിൽ ചെയ്യാം. കാരണം അരയിലത്തെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആളൊന്ന് ഉയർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ വൺ സൈഡ് ഇത് മാത്രം അഴിച്ചാൽ മതി. അടിയിൽ കൂടെ എടുത്ത് ഇത് ഇട്ടാൽ നമുക്ക് നേരെ ഫ്രീ ആക്കി എടുക്കാം. കയർ കുഴപ്പമില്ല. നമുക്കിത് ഇപ്പോൾ റോപ്പ് ഇടുന്നത് ഇല്ല, ഇത്ര ഇതിൽ നിന്നോളും. ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ലൂസ് എത്ര വേണമെങ്കിലും കിട്ടും. ഇത് ടൈറ്റ് ചെയ്യാൻ ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് പുറകേക്ക് ഇത് എന്തായാലും പോരില്ല. അത് സേഫ്റ്റി ആയിട്ട് തന്നെ നിന്നോളും. നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് വെച്ച് നമുക്കതിനെ കയറി പോകാമെന്നാണ്. നമ്മളെ വെയിറ്റ് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്റ്റിപ്പായി പോവില്ല, താഴെ പോവില്ല. അല്ല നമ്മളെ ലോഡുമ്മൽ ഇത് അവിടെ നിന്നോളൂ. ജസ്റ്റ് നമ്മൾ ഇറങ്ങുന്നതാണെങ്കിലും ഇതിലൊന്ന് കുത്തിയെടുത്തില്ല
വെച്ചോ, ചവിട്ടിക്കോ. നമുക്കിപ്പോൾ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് തരാം. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ശരിക്കും അവസരം വരല്ലേ എന്ന് പറഞ്ഞത് അതാണ് നമ്മളെ ആഗ്രഹം. അതിന് ശരിക്കും മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് ഇതൊരു സാധാരണക്കാരിലേക്ക് ശരിക്കും ഇതൊരു സേഫ്റ്റിയുടെ ഇതൊന്ന് എത്തിക്കഴിഞ്ഞാൽ അത്രയും അപകടങ്ങൾ കുറക്കാം. കൂടുതലും ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന കേസ് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കയറിയാൽ ബോധക്ഷയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിട്ടാണ് ശരിക്കും അങ്ങനെയാണ് ഇറക്കാൻ. അത് ഓൾറെഡി അത്രയും ശരീരം ടയേർഡാവുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കണേ. അത് സാധാരണ രീതിയിൽ കയറിയിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്ഷീണം കുറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതുവരെ നമ്മളെ ഇതിന് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ സേഫ്റ്റി ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ബെൽറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഞങ്ങളിഞ്ഞ് ഇറങ്ങണം കേട്ടോ.